നമസ്കാരം. ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, ഈ അടുത്ത കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, റോ മിൽക്ക് ക്യാമ്പയിൻ എന്ന് പറയും. എന്ന് വെച്ചാൽ തിളപ്പിക്കാത്ത പാല് പച്ചയ്ക്ക് കുടിക്കുന്ന ഒരു രീതി. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചരണം നേടുന്നുണ്ട്. എനിക്കും അതിൻ്റെ കുറേ കണ്ടന്റ് ഓരോരുത്തർ അയച്ചു തരികയുണ്ടായി. എന്തിന്? അമേരിക്കയിൽ ഒരു റോ മിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെയുണ്ട്. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, RawMilk.org എന്നോ എന്തോ ആണ് അതിൻ്റെ പേര്. RawMilkInstitute.org. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, പാല് തിളപ്പിക്കാതെ പാസ്ചറൈസ് ചെയ്യാണ്ട് കുടിക്കുന്നത് അതിൻ്റെ സ്വാഭാവികമായ ഗുണങ്ങൾ നിലനിർത്താൻ സഹായിക്കുമെന്നും, പാസ്ചറൈസ് ചെയ്യുന്നത്, അതായത് അതിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ലൂയി പാസ്ചർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക രീതിയാണ്. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ തടയാൻ പറ്റും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പാലിലൂടെ പടർന്നു പിടിക്കുന്ന ലിസ്റ്റീരിയ, അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ്, സാൽമോണെല്ല പോലത്തെ ഒരുപാട് രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്ന് കാലാകാലങ്ങളായിട്ട് തെളിയിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ലോകത്തെമ്പാടും പാസ്ചറൈസേഷൻ ആണ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നത് പാല് ഉപഭോഗത്തിൽ. അപ്പോൾ ഈ കൊളൈ എന്നൊക്കെ പറയുന്ന ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ വളരെ സർവ്വസാധാരണമാണ്. അത് പാലിലൂടെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ്, കെമ്പൈലോബാക്ടർ എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് കടക്കുന്നില്ല. എനിവേ, ഒരുപാട് രോഗങ്ങൾ പടർത്തുന്ന ഒരു വസ്തുവാണ് പാല്. പെട്ടെന്ന് കേടുവരുന്നതും മാത്രമല്ല, അതിൻ്റെ ഉൽപാദനം പിന്നെ അത് ഉപഭോക്താവിൻ്റെ അടുത്തേക്ക് എത്തുന്ന പല ഘട്ടങ്ങളിലും ഒക്കെ അതിൽ രോഗാണുക്കൾ കയറിപ്പറ്റാം. ഉദാഹരണം, ഇപ്പോൾ പശുവിനെ കറക്കുന്നതിന് മുമ്പ് അകിട് ക്ലീൻ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിലുപയോഗിക്കുന്ന വെള്ളം, പിന്നെ അകിടിൽ തൊടുന്ന സ്പർശിക്കുന്ന വിരലുകൾ, കൈകൾ, അത് വൃത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളോ, അങ്ങനത്തെ ഒരുപാട് ഘട്ടങ്ങളിൽ. പിന്നെ പാല് സംഭരിച്ചു വെക്കുന്നതും, പിന്നെ പാൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് കേടുപാടുകൾ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ പാസ്ചറൈസ്ഡ് മിൽക്ക് ടെട്രാ പാക്കിലാണ് സർവ്വസാധാരണ ലോകത്തെല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡ് എന്ന നിലയ്ക്ക് ലഭ്യമാക്കുന്നത്. എന്നിരുന്നാലും ഈ പറയുന്ന പോലെ അമേരിക്കയിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് മാത്രം ഇതിനെ കണ്ണും അടച്ച് വിശ്വസിക്കുന്ന, ഇതെല്ലാം ഓക്കെയാണ്, ഇതെല്ലാം വേദവാക്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഈ റോ മിൽക്ക് കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത്. അതിനവർ പറഞ്ഞു വരുന്ന ചില കാരണങ്ങളും ഇതിൻ്റെ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റോ മിൽക്കിൽ, അതായത് തിളപ്പിക്കാത്ത പാലിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് തിളപ്പിച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടുമെന്നാണ്. അതുപോലെ പച്ചപ്പാലിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് തിളപ്പിക്കുമ്പോൾ, പാസ്ചറൈസ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും തികച്ചും അശാസ്ത്രീയമായ ന്യായങ്ങളാണ്. യാതൊരു പിന്തുണയും ഇതിനില്ല. എന്ന് വെച്ചാൽ, തിളപ്പിച്ചതിന് ശേഷം ഇതിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നഷ്ടപ്പെടും എന്ന് പറയുന്നത് തന്നെ യുക്തിരഹിതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഇൻടോളറൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കളിൽ ഒന്നാണ് ഈ പാലെന്ന് പറയുന്നത് തന്നെ. ലാക്ടോസ് ഇൻടോളറൻസ് ഉൾപ്പെടെ വേറെ പലതരത്തിലുള്ള അലർജീസും ഇതുണ്ടാക്കാം. പൊതുവെ പാലിൽ രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന് കെസീൻ എന്നും പറയും, പിന്നെ വേ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഏതാണ്ട് 70% കെസീനും ഏതാണ്ട് 30% പ്രോട്ടീൻസ് വേ പ്രോട്ടീൻസുമാണ്. ഇവ രണ്ടും തിളപ്പിക്കുന്നത് കൊണ്ട് നശിപ്പിക്കപ്പെടും എന്നെങ്ങും തെളിയിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ, പാസ്ചറൈസ്ഡ് പാലിലും റോ മിൽക്കിൽ, അതായത് പാസ്ചറൈസ് ചെയ്യാത്ത പാലിലും പ്രോട്ടീൻസിൻ്റെ അളവ് ഏതാണ്ട് സമം ആണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ റോ മിൽക്ക് കഴിക്കരുത് എന്ന് പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും പ്രധാനമായിട്ടും റോ മിൽക്കിലൂടെയാണ് ഈ രോഗങ്ങൾ പടരുന്നു പിടിക്കുന്നത് എന്നുള്ളത് തന്നെ. ഒരു സംശയമില്ല കാര്യത്തിൽ. റോ മിൽക്ക് ഈസ് നോട്ട് ഹെൽത്തി. പിന്നെ നമ്മുടെ പൂർവികരൊക്കെ ഈ പച്ചപ്പാല് നേരെ അകിട്ടിൽ നിന്ന് കറന്ന് കഴിക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, പൂർവികർ ചെയ്ത പോലെ എല്ലാം ഈ കാലത്ത് നിങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പൂർവികർ ചെരുപ്പില്ലാണ്ടാണ് നാട് നീളം നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾക്കത് നടക്കാൻ പറ്റുമോ? അങ്ങനെ നടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്താണ് വിളിക്കുക? ശരിയല്ലേ? അപ്പോൾ
പൂർവികർ ചെയ്ത പോലെ ആ സാഹചര്യത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത പോലെ ഇപ്പം ചെയ്യണം എന്ന് പറയുന്നത് തികച്ചും ബാലിശമാണ്. പാല് പെട്ടെന്ന് കേടുവരുന്ന ഒരു വസ്തുവാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, പ്രമേഹമുള്ളവരിൽ പലപ്പോഴും പാലിൻ്റെ ഈ ലാക്ടോസ് എന്ന് പറയുന്ന വസ്തുവിനോടും അവർക്ക് ഇൻടോളറൻസോ അലർജിയോ കാണാറുണ്ട്. മാത്രമല്ല, ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ ചെയ്ത ഒരു ശാസ്ത്രീയ പഠനം കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് 70% മുതിർന്നവർ, അഡൾട്ട്സ്, അറൌണ്ട് 70% ഓഫ് അഡൾട്ട്സ് ആർ ലാക്ടോസ് ഇൻടോളറൻറ്റ്. എന്ന് വെച്ചാൽ 10-ൽ 7 പേരും ലാക്ടോസ് ഇൻടോളറൻസാണ്. എന്നാൽ ഇവരെല്ലാവരും പാല് ചേർത്ത ചായയോ പാല് ചേർത്ത കാപ്പിയോ അല്ലെങ്കിൽ പാല് മാത്രമേ കുടിക്കാറുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് കാരണവും ലാക്ടോസ് അലർജി കാരണവും അത് കാരണം വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രമേഹ നിയന്ത്രണത്തിൽ, പ്രമേഹത്തിന്റെ കാരണത്തിന് തന്നെ അതൊരു ഘടകമാവാം. പ്രമേഹ നിയന്ത്രണത്തിനെ ബാധിക്കുന്ന ഒരു ഘടകമാവാം. ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇവർ പാല് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ റോ മിൽക്ക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യണം എന്ന് പറയുന്ന തികച്ചും ബാലിശമാണ്. പിന്നെ അതിൽ ഈ പറയുന്ന പ്രോട്ടീൻസും ഇമ്മ്യൂണോഗ്ലോബുലിൻസും അതിൻ്റെ പോഷക ഗുണങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെടും എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമാണ്. കാരണം ഒരുപാട് പഠനങ്ങൾ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവയിലൊന്നും ഈ പറയുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, പാസ്ചറൈസേഷൻ ഈസ് എ വെരി സേഫ് ആൻഡ് ഇഫക്റ്റീവ് പ്രോസസ്സ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പാസ്ചറൈസ്ഡ് പാല് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പാലിനെ കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും പാലിനെ കുറിച്ച് അറിയാൻ വേണ്ടി പലരും കമൻസ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാലിനെ കുറിച്ച് ഞാൻ പറയാം. ഇനി എന്നോട് ഞാൻ പാല് കുടിക്കുന്ന ആളാണോ എന്ന് ചോദിക്കുന്നവരോട് പറയും, വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ പാല് കുടിക്കാറുള്ളൂ. പരമാവധി പാല് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനിയിപ്പോൾ പാൽ കച്ചവടം നടത്തുന്നവർ എന്നെ തെറി വിളിക്കാനോ വഴക്ക് പറയാനും വരണ്ട. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയെന്ന് മാത്രം. ഓക്കെ, ശാസ്ത്രീയമായിട്ടുള്ള മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.